വാർത്തകൾ തുടരുന്നു. കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. ആന്ധ്രയിൽ നിന്നുള്ള സംഘമാണ് മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ തട്ടിക്കൊണ്ടുപോയത്. ഹനീഫ ആന്ധ്ര സംഘത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പോലീസ് കണ്ടെത്തൽ. പണം തിരിച്ചു നൽകാത്തതിനെ തുടർന്നാണ് ഹനീഫയെ ആന്ധ്ര സംഘം തട്ടിക്കൊണ്ടുപോയതെന്നാണ് വിവരം. തട്ടിപ്പ് കേസിൽ ഹനീഫയുടെ 3 കൂട്ടാളികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാസർഗോട്ടെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പരാതിക്കാർ പ്രതികളായ വൻ ട്വിസ്റ്റാണ് സംഭവിച്ചത്. മലയാളികൾ നിരോധിത നോട്ടുകൾ മാറ്റാമെന്ന പേരിൽ ആന്ധ്ര സ്വദേശികളെ വഞ്ചിച്ചതാണ് തട്ടിക്കൊണ്ടുപോകലിനിടയാക്കിയത്. സംഭവത്തിൽ 2 സംഘങ്ങളിലെയും 8 പേർക്കെതിരെ കേസെടുത്തു. നിരോധിത 2000 രൂപ നോട്ട് മാറ്റി നൽകാമെന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് ആന്ധ്ര സംഘം കാസർഗോട്ടെത്തി നഗരത്തിൽ നിന്നും മേൽപ്പറമ്പ് സ്വദേശി ഹനീഫയെ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളിലെത്തിച്ചത്. 2000 രൂപയുടെ നിരോധിത നോട്ട് മാറ്റി നൽകാമെന്ന പേരിലാണ് മലയാളികളായ 4 സംഘം ആന്ധ്ര സ്വദേശികളെ പരിചയപ്പെടുന്നത്. ഈ 4 സംഘത്തിലെ പാലക്കുന്ന് സ്വദേശിയായ ഷെരീഫ് തന്റെ പക്കൽ നിരോധിത നോട്ടുകളുണ്ടെന്നും മാറ്റാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് ആന്ധ്ര സ്വദേശി സിംഘാന ഓംകാർ എന്നയാളെ ബന്ധപ്പെടുകയായിരുന്നു. ഇത് പ്രകാരം ഓംകാർ കാസർഗോഡ് എത്തിയെങ്കിലും ഷെരീഫ് കാട്ടിയത് കള്ളനോട്ടുകളാണെന്ന് മനസ്സിലായതോടെ തിരിച്ചു പോകാനൊരുങ്ങി. കള്ളനോട്ട് നൽകി ഇതിന് നേർപകുതി വരുന്ന യഥാർത്ഥ നോട്ട് വാങ്ങാമെന്ന തട്ടിപ്പ് പുറത്തായതോടെ ഷെരീഫ് സുഹൃത്തുക്കളായ ഹനീഫ, നൂറുദ്ദീൻ, വിജയൻ എന്നിവരുടെ സഹായത്തോടെ സിദ്ധാന ഓംകാറിനെ തടവിലാക്കി. തുടർന്ന് ഓംകാറിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് 7.50 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ 1 ലക്ഷം രൂപ ഓൺലൈനായി വാങ്ങിയെടുക്കുകയും ചെയ്തു. ഇതിന്റെ പ്രതികാരമെന്ന നിലയിലാണ് സിംഘാന ഓംകാറിന്റെ സുഹൃത്തുക്കൾ ഷെരീഫിന്റെ സുഹൃത്തായ ഹനീഫയെ കാസർഗോഡ് നഗരത്തിലെ ഹോട്ടലിന് മുമ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയത്. ഈ സംഭവത്തിൽ സിംഘാന ഓംകാർ, മാരുതി പ്രസാദ്, എ ശ്രീനാഥ്, പൃഥ്വിരാജ് റെഡ്ഡി എന്നിവരെ പ്രതി ചേർത്തു. ഹനീഫയെ തട്ടിക്കൊണ്ടുപോയി പണം തിരികെ വാങ്ങിക്കുകയായിരുന്നു ആന്ധ്ര സംഘത്തിന്റെ ലക്ഷ്യം. അതിനിടയിലാണ് ഇവരെ കർണാടക സകലേഷ്പുരയിൽ പോലീസ് ഔട്ട് പോസ്റ്റിൽ വെച്ച് പിടികൂടിയത്. YSR കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് വഴിയാണ് മലയാളി ആന്ധ്ര സംഘങ്ങൾ പരിചയപ്പെടുന്നത്. ഷെരീഫ്, നൂറുദ്ദീൻ എന്നിവരെ മുമ്പും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ 4 സംഘത്തിനെതിരെ കൂടി കേസെടുത്തതോടെ സംഭവത്തിൽ കേസിൽപ്പെട്ടവരുടെ എണ്ണം 8ആയി. തട്ടിക്കൊണ്ടുപോകലിന്റെ ചുരുളഴിയുമ്പോൾ ഒരു സിനിമാ കഥയെ വെല്ലുന്ന സംഭവ വികാസങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.